എല്ലാരും കല്യാണ വിശേഷങ്ങളൊക്കെ ഒരുപാട് പേരുടെ കല്യാണം. അതെ അതെ, നമ്മുടെ 8-ാം തീയതി തന്നെ നമ്മുടെ ശ്രീവിദ്യയുടെ കല്യാണം. എന്റെ ദൈവമേ, എന്റെ കല്യാണം എന്ന് പറഞ്ഞു എന്റെ കല്യാണം മുടങ്ങി. ശരിക്കും ഈ ആളുകൾ എന്ത് പറയാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കല്യാണം ആയാലും എന്ത് വന്നാലും നമ്മൾ ഈ സന്തോഷ വാർത്തകൾ ഒരു മനുഷ്യരെ അറിയിക്കാൻ പാടില്ല. സത്യമല്ലേ കാര്യല്ലേ? കണ്ണു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോവും, നശിച്ചു പോവും. അതുപോലെ ഈ നവംബറിലെ അതും പോയി. നവംബർ അത് ഞാൻ അങ്ങ് വിഷമം കൊണ്ട് അങ്ങ് മറന്നു കളഞ്ഞ. നവംബർ 24-25 തീയതി എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ച് കല്യാണം ആയതായിരുന്നു, അതൊക്കെ പോയി. കേട്ടില്ല? അത് നിങ്ങളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരുടെ പേര് വെച്ചിട്ടും ഈ പറയുന്ന പോലെ ഇന്ന ആളെ കല്യാണം കഴിക്കും, തങ്കച്ചേട്ടൻ കല്യാണം കഴിക്കും, ഇയാളെ കല്യാണം കഴിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ കല്യാണം മുടങ്ങത്തില്ല. അതെ, അത് ഫുള്ള് ചേട്ടൻ കണ്ടായിരുന്നോ? അങ്ങനെ ഓടിച്ചൊരിക്കലും കാണരുത്. എല്ലാവരും 1.5 മണിക്കൂറില്ലായിരുന്നു, വളരെ കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കുഴപ്പമാണ് ഈ എന്തെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചു നോക്കുക, ഇങ്ങനെ ഓടിച്ചു നോക്കുക. അങ്ങനെ ഒരിക്കലും നോക്കല്ലേ, ഇരുന്ന് എന്നെ കാണണം എന്തൊക്കെയാണ് അതിനകത്ത് സംസാരിച്ചിരിക്കുന്നത്. ഒരു കാര്യം, ഇപ്പൊ ഈ വീഡിയോ കല്യാണത്തിന്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് കമന്റ് ബോക്സിലാണെങ്കിലും അല്ലാണ്ട് പറയുന്നുണ്ട് ജീവനുമായിട്ടുള്ള കല്യാണമാണ്. ഞാൻ പാവം ചെക്കനെന്ന് വെറുതെ വിടുക. എനിക്ക് ആകപ്പാടെ എനിക്ക് ഈ ഒരു ഫീൽഡിൽ എനിക്ക് നല്ലൊരു കൂട്ടായിട്ടുള്ള ഒരാളാണ് അവൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾ വേറെ ബോയ്സിന്റെ കൂടെ നടക്കുന്നതോ അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്നതും റീല് ചെയ്യുന്നതും കാണാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരെ സംസാരിക്കുന്നത് തോന്നുന്നു. സ്റ്റാർ മാജിക്കിൽ പോയി കഴിഞ്ഞാൽ തങ്കച്ചേട്ടനായിട്ടുള്ള എന്തെങ്കിലും കോംബോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തങ്കച്ചേട്ടൻ ഞാനുമായിട്ട് എന്തെങ്കിലും ഇഷ്ടമാണ്, കല്യാണമാണെന്ന്. ഇപ്പൊ ജീവനായിട്ടുള്ള റീല് ചെയ്ത് ഞാനും ജീവനായിട്ടുള്ള റീൽ മാത്രമാണ് എല്ലാവരും കാണുന്നത്. പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്, അത് പ്രൊമോഷൻ ഫോട്ടോഷൂട്ടാണ്. ഡ്രസ്സിന്റെ ഫോട്ടോഷൂട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്തിടുന്നതാണ് നമ്മളെ, അല്ലാണ്ട് വെറുതെ ചെയ്തിടുന്നതല്ല. അപ്പൊ അതിന് ഞാൻ ജീവനെ വിളിക്കാറുണ്ട്. അപ്പോ ഇതൊക്കെ ചെയ്തിടുമ്പോഴാണ് എല്ലാവരും ഇയാളെ കല്യാണം കഴിക്കാൻ പോകണം, ഇയാളായിട്ട് പ്രേമമാണ്. എന്താണ് ഈ മനുഷ്യരുടെ കാര്യം എനിക്കറിയത്തില്ല. നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായി. ഒരു ബോയ് എടുത്തൊരു പുറത്തിറങ്ങി ഒരു ആൺകുട്ടി എടുത്ത് മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയായി. കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ നമ്മൾ പ്രേമാവും, കല്യാണം കഴിക്കാൻ പോവും. എനിക്ക് ശരിക്കും പറഞ്ഞ് കല്യാണം വരുന്നത് കൂടിയില്ല, വന്ന കല്യാണം മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയയിലൊക്കെ ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് വ്യൂസിനെ കയറ്റാനൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പൊ എനിക്കൊരു കല്യാണമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടേ, വേറൊരു വ്യക്തി വെച്ച് എന്തുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് മുടങ്ങും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത്രയേ ഉള്ളൂ. ഞാൻ അത് വലിയൊരു ഇഷ്യൂ ആക്കുന്നില്ല, അത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും എന്താ മൊഴിയോ എന്താ പറഞ്ഞേ? ഉറപ്പായിട്ടും ഇത് എവിടെ പോയാലും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കേട്ട് ഞാൻ മടുത്തു. പിന്നെ ഞാൻ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ മൈൽസ്റ്റോൺ മീഡിയയിൽ ഞാൻ ഇന്റർവ്യൂ എടുത്തു, അതിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആണെന്ന്. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ മനുഷ്യർക്ക് എന്താണ് പ്രശ്നം? ഒന്ന് കല്യാണം കഴിച്ചാൽ എന്താ, അല്ലെങ്കിൽ ഒന്ന് പ്രണയിച്ചാൽ എന്താ? ഒന്നിനും ആൾക്കാർ സമ്മതിക്കുന്നില്ല. എന്താണ് സത്യമാണോ? എവിടെ പോയാലും എല്ലാവരും ഇത് തന്നെയാണ് ചോദ്യം. ഇപ്പൊ കുറച്ചു മുന്നേ നിങ്ങൾ കേട്ടതാണ് തങ്കച്ചേട്ടനായിട്ട് എന്തുവാ അവരാരൊക്കെ ചോദിച്ച കാര്യമാണ്. എന്താണ് പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. സന്തോഷമേ ആർക്കാ? നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമല്ലോ, എനിക്കും സന്തോഷമല്ലോ. പക്ഷെ അതിൽ വരുന്നതൊന്നും അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളല്ല. എല്ലാവർക്കും എന്തൊരു അസൂയ പോലെയാണ് വരുന്നത്. എന്തിനാന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്. നമ്മളൊക്കെ ജീവിച്ച് പൊക്കോട്ടെ എങ്ങനെയെങ്കിലൊക്കെ. ഞാനും സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല വർക്കുകളൊക്കെ ചെയ്ത് ഇതുപോലെ ഇനാഗ്രേഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്ത് പോകണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കല്യാണമൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ, അത് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ ഇല്ല. അത് തന്നെയാണ്. ചാടി കയറി ഒരു പെട്ടെന്നൊന്നും ഒരു കല്യാണം ഞാൻ എന്തായാലും കഴിക്കുന്നില്ല. വിഷമിക്കാൻ വയ്യ. എനിക്കിതൊക്കെയാണ് ചേട്ടാ ഇഷ്ടം. ഒതുങ്ങിക്കൂടി ഇങ്ങനെയൊക്കെ പോയാൽ മതി. കാരണം അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സുരഭിശ്വാസിനി ഉണ്ട്, സ്റ്റാർ മാജിക് ഉണ്ട്, പിന്നെ ഇതുപോലെ ഇനാഗുറേഷൻ ഉണ്ട്. ഇതൊക്കെ മതി, ഇതൊക്കെ പോരെ ജീവിക്കാനായിട്ട് അല്ലേ? അതെ. മലയാള സിനിമയിൽ നടക്കുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പൊതുവെ നോക്കാറില്ല. ഞാൻ നോക്കുമ്പോ ഞാൻ അല്ല കാണാറുണ്ട്, നമ്മൾ കാണുന്നതാണല്ലോ. അതെ. ഞാൻ സിനിമ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല. എനിക്ക് ഇതുവരെ സിനിമയിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. സീരിയലിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. സീരിയലിൽ എന്നോട് ആരും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുമില്ല. അതുള്ള കാര്യം പറയാമല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരും പറയാത്തത്. അങ്ങനെ ഇതുവരെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ
മോശമായിട്ട് ആരും ബിഹേവ് ചെയ്തിട്ടില്ല. ചെയ്താ അയാൾ വിവരം അറിയും. റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണോ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്? റിയാക്ട് ചെയ്യണം. നമ്മൾ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം. നമ്മൾ പിന്നെ അല്ല റിയാക്ട് ചെയ്യേണ്ടത്. ആ സ്പോട്ടിൽ നമ്മൾക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്തില്ല, അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വേണം റിയാക്ട് ചെയ്ത് പബ്ലിസിറ്റിയിൽ അറിയിക്കാൻ. പിന്നെ അത് ഒതുക്കിക്കൂടിയും മനസ്സിൽ വെച്ചിട്ട് പിന്നെ ഒരിക്കൽ അത് എടുത്ത് പറയുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല. നമ്മൾ എന്താണ് ഇപ്പം ഞാൻ തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് പല ആൾക്കാരും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ പറയും, ഇയാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. ഞാൻ പറയും. അല്ലാതെ അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ എന്തെങ്കിലും തെളിവുണ്ടോ? ഒന്നുമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഇനി ആരെങ്കിലും ഇതുപോലെ മോശമായിട്ട് പെൺകുട്ടികളടുത്തും അല്ലെങ്കിൽ തിരിച്ച് ആൺകുട്ടികളടുത്ത് പെൺകുട്ടികൾ പറഞ്ഞാൽ പോലും അപ്പൊ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാം. പെൺകുട്ടികൾ ആൺകുട്ടികളോട് പറയുമായിരിക്കും, ഉറപ്പായിട്ടും പറയും. ഞാൻ ഒരിക്കലും ആൺകുട്ടികളെ കുറ്റം പറയത്തില്ല, ഒരിക്കലും പറയില്ല. പറയുന്ന പെൺകുട്ടികളും കാണും. അങ്ങനെ പെൺകുട്ടികൾ മാത്രം നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പെൺകുട്ടികളും കാണും, പറയുന്ന പെൺകുട്ടികൾ കാണും. ഇല്ലേ? കാണില്ലേ? അണ്ട് ആ പെൺകുട്ടികൾ തന്നെ പറയുന്നു. ഉറപ്പായിട്ട് നമ്മൾ ഒരിക്കലും ഈ പുരുഷന്മാരെ മാത്രം കുറ്റപ്പെടുത്താൻ പാടില്ല. പെൺകുട്ടികൾ, ഈ പറയുന്ന സ്ത്രീകളും പറയുമായിരിക്കും. ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു, ഒരു ആർട്ടിസ്റ്റ്, അത് ഞാൻ പറയുന്നില്ല ആർട്ടിസ്റ്റിന്റെ പേര്, പുള്ളിക്കാരനെ ഏതൊരു സ്ത്രീ ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തൊന്നും പറഞ്ഞ് സംസാരിച്ചു എന്നൊക്കെ. അതാരും പ്രതികരിക്കുന്നില്ല, പക്ഷെ ആളുകൾ പ്രതികരിക്കുന്നില്ല. അത്രയൊക്കെ ഇതൊക്കെയാണ് ഞാൻ കാണുന്ന വാർത്തകൾ. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? ഞാൻ ഇത് കാണുന്നു, റിയാക്ട് ഒന്നും പോകുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് എല്ലാരും മനസ്സിലാക്കുന്നുണ്ടല്ലോ. സങ്കടമുണ്ടോ ഇങ്ങനെ നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്ന വലിയ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്ന് വെച്ചിട്ട് എനിക്ക് അവരോടുള്ള സ്നേഹമൊന്നും പോകത്തില്ല കേട്ടോ. കാരണം അവരുടെ പഴയ എന്താ പറയണ്ടേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എനിക്ക് അറിയില്ല നടന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ ഒരിക്കലും അവർ ചെയ്തു വെച്ച ക്യാരക്ടറിനോടോ ഒന്നും എനിക്ക് ആ സ്നേഹം കുറയാൻ പോകുന്നില്ല. എനിക്കിപ്പോഴും അവരുടെ അടുത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ആരാധനയാണ്. അത്രയും ഒരൊറ്റ മിനിറ്റ് അവർക്കൊന്ന് ഓക്കെ വേറെ ആരാ? ഓക്കെ